ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ട വേണ്ട, കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ട, ക്രീം വേണ്ട, ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉപ്പില്ലാത്ത ബട്ടർ ആയിരിക്കണം, അതായത് അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം. ഉപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ പുഡിങ്ങിന് വേറൊരു രുചിയായി പോയിട്ട്, അതുകൊണ്ട് ഉപ്പ് ഇല്ലാത്തത് വേണം ചേർക്കാൻ. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ഉടച്ചുടച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയാണ് മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത് കേട്ടോ. അപ്പം ആ ഒരു ക്രീമിൻ്റെ എഫക്റ്റൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നത് മൈദയാണ്. അപ്പം മൈദ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ആ 1/4 കപ്പ് ഒരുപോലെ അങ്ങ് തട്ടാതെ കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിലാണ് ആ ബട്ടറിലൊക്കെ ഈ പൊടി ഈ ബട്ടറും പൊടിയൊക്കെ കൂടെ നന്നായി മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പൊടി കുറേശ്ശെ ചേർത്ത് നമുക്കിതൊക്കെ കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ 1/4 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ ഈ പാല് ചേർക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, കുറേശ്ശെ ചേർത്ത് നമുക്കിതിങ്ങനെ ഉടച്ചെടുക്കണം. ഇത് 2 മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് ഇച്ചിരി എന്താ പറയുക, സമയം എടുക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. നമ്മൾ ഈ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാല് ഈ പറഞ്ഞ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ആ ചൂടാക്കി പാലിനകത്തോട്ട് നമ്മുടെ ഈ മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പം നമുക്കിത് നന്നായിട്ടൊരു ഈ പൊടിയും ഈ പാലും കൂടെ നന്നായി മിക്സായി വരും. ആ മിക്സ് വേണം നമുക്ക് നമ്മൾ തിളപ്പിക്കാത്ത എന്താ പറയുക, ഈ ഒരു ബട്ടറൊക്കെ നമ്മൾ ചേർത്തൊരു സമയമുണ്ടല്ലോ, ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ആ ഒരു കൂട്ടിനകത്തോട്ട് നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് പറഞ്ഞ പോലെ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് അങ്ങനെ കിട്ടും. പക്ഷെ ഞാൻ ഇന്ന് ചെയ്തത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു നോർമൽ രീതി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ സ്പാച്ചിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു ഇങ്ങനെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളൊരു സാധാരണ കയ്യിലേക്കാണെന്നുണ്ടെങ്കിൽ ഉടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം മൈദയാണ്, ഇതിങ്ങനെ തെന്നി പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പാച്ചിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ പാലിൽ ഇച്ചിരി കലയ്ക്കാൻ മതി. അതൊരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് ഞാൻ പറയാം. ഇതിപ്പം ഇങ്ങനെ നന്നായിട്ടൊന്ന് പാല് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് കുറച്ച് എന്താ പറയുക, എല്ലാ പാലും ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിലത്തെ കട്ടകളൊന്നും കറക്റ്റായിട്ട് ഉടഞ്ഞിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു സൂത്രമുണ്ട്. അത് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. അതും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി അതുപോലെ ചെയ്യാം. പക്ഷെ ഞാനിന്നിവിടെ സമയമെടുത്ത് ഇങ്ങനെ ഇളക്കി ഈ ഒരു രീതിക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ 1/4 ലിറ്റർ പാലും ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഈ ഒരു സാധാരണ ഒരു കോൺഫ്ലവർ ഒക്കെ നമ്മൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് കുറുകി വരത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതും കുറുകി വരും. പക്ഷേ കോൺഫ്ലവറിനേക്കാളും ഇച്ചിരി സമയം എടുത്തിട്ടാണ് മൈദയുടെ മിക്സ് ഒന്ന് കുറുകി വരിക. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇപ്പം ഈ 1/4 കപ്പ് മതിയാവും കേട്ടോ. ഇത് തന്നെ എനിക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് ലാസ്റ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു മധുരം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അതിനുള്ളൊരു കാരണം കൂടെ ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ 1/4 കപ്പ് എടുക്കണ്ട, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ എടുക്കുക. പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. നിങ്ങൾക്ക് അതിന് പകരം ഏലക്കയുടെ ഫ്ലേവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് എസൻസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും കുറുകിയിട്ടില്ല കേട്ടോ, കുറുകി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അടി ചേർത്തിട്ട് ഇളക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ വലിയ കഷ്ണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അടി ചേർത്ത് ഇളക്കുക. അപ്പം നമ്മുടെ കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, കുറച്ചും കൂടെ നമുക്കിത് കുറുകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പതുക്കെ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു, ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല വലിയ തലകളൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പരുവാണ്.
അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടോടെ കൂടെ തന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പാത്രത്തിൽ ഗ്രീസ് ചെയ്യുക, എണ്ണ തേക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് നേരിട്ടിട്ട് തന്നെ ആ പാത്രം, ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു പാത്രം, അത് ഗ്ലാസിൻ്റെയോ സ്റ്റീലിൻ്റെയോ എന്ത് വേണമെങ്കിലും ആവാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെച്ചാൽ മാത്രം മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. ഇപ്പം ചൂട് മാറി കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പം ഞാനത് കാണിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ഒരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അല്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ഒരു ഒരു കുഞ്ഞൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കോൺഫ്ലവർ തന്നെ വേണം, മറ്റേത് മൈദയാണെങ്കിൽ ഇത് കോൺഫ്ലവർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനോട്ട് നമുക്ക് ഒരു 200 ml വെള്ളം, സാധാരണ വെള്ളം, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൂട്ട് നമുക്ക് ആവശ്യമുണ്ട് കുറച്ചങ്ങ് മുന്നോട്ട് പോകും തോറും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇളക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല പാലും വെള്ളം പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്യണം. വീണ്ടും മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാനിത് നേരത്തെ ഉണ്ടാക്കിയ അതേ പാൻ തന്നെയാണ്, അതൊന്ന് കഴുകിയേ ഉള്ളൂ. ആ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/3 കപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു കണക്ക് അറിയാമല്ലോ. 1/3 കപ്പിൽ നമുക്ക് അത്രയും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ എന്താ ഒരു 4 ടേബിൾ സ്പൂൺ വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വേണ്ട കേട്ടോ. ഒത്തിരി ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് മട്ടച്ചു പോവും മധുരം. കാരണം നമ്മൾ ഇതിൻ്റെ മൈദ മിക്സിനകത്തും ചേർത്തിട്ടുണ്ട്. പിന്നെയും ചേർക്കുമ്പോഴത്തേക്കും ആകെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഇനി ചെയ്യാനുള്ളത് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട്, കണ്ടോ ഈ പഞ്ചസാരയൊക്കെ ഉരുകി വരാൻ തുടങ്ങും. ഇപ്പം ഇതിൻ്റെ നടുഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ചെറുതായിട്ട് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഞാൻ നമ്മുടെ ഈ ഒരു പുഡിങ് നോക്കിക്കേ. പുഡിങ്ങിൻ്റെ സൈഡിൽ നിന്നൊക്കെ 10 മിനിറ്റ് പോലും ആയിട്ടില്ല, പക്ഷെ അപ്പോഴത്തേക്കും ചൂടൊക്കെ ആറിയിട്ടുമുണ്ട്. മാത്രമല്ല പുഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് കണ്ടോ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആവാൻ തുടങ്ങി. നമ്മളിത് കാരമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് കാരമലൈസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഒരു നിറം നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഇത് തന്നെ മെൽറ്റ് ആയിക്കോളും. പിന്നെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും അതൊന്ന് ഇളക്കി എല്ലായിടത്തേക്കൊന്നും ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതിൻ്റെ കളറ്, ഈ ഒരു കളറ് പോരാ, കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളർ ആവണം. അപ്പോൾ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം മുഴുവൻ ഇത് ലോ ഫ്ലെയിമിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഒരു ബ്രൗൺ കളറ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 100 ml വെള്ളം, ഇതും സാധാരണ വെള്ളമാണ്, വളരെ പതുക്കെ ഒഴിക്കുക വെള്ളം. ചിലപ്പോൾ അത് മൂത്തിക്ക് ഇങ്ങനെ പെട്ടെന്ന് അതിൻ്റെ പുകയൊക്കെ ഇങ്ങനെ ആളി കത്തും കേട്ടോ. കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കരമായിട്ട് പുക അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും മതി. ഞാൻ പാത്രം ഇടയ്ക്കിടയ്ക്കൊന്ന് പൊന്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാത്രത്തിൽ നമുക്കിങ്ങനെ ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ട, അതങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, അതിങ്ങനെ ഉരുകും ആ വെള്ളത്തിൽ. അപ്പം ഈ ഒരു സമയത്ത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ കോൺഫ്ലവറിൻ്റെ മിക്സ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ലേ, ഈ കോൺഫ്ലവറൊക്കെ താഴെ അടിഞ്ഞു കിടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഴിക്കുമ്പോൾ ഇളക്കാതെ ഒഴിക്കുവാണെങ്കിൽ വെള്ളമായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, എങ്കിലാണ് അതൊരു പാലും വെള്ളം പോലെ വീണ്ടും നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു പഞ്ചസാര ആ ഒരു പാനിയല്ല കാരമലൈസ് ചെയ്തിട്ടുള്ളതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ചെറിയ കട്ടകൾ ഇപ്പോഴും ഉണ്ട് പഞ്ചസാരയുടെ, അത് സാരമില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി കോൺഫ്ലവർ ആണ്, ഇച്ചിരി സമയം എടുത്ത്, ഒത്തിരി സമയമൊന്നും കൊടുക്കില്ല കേട്ടോ, എന്നാലും പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇത് ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റായി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കളറൊക്കെ മാറി കുറച്ചങ്ങ് മുന്നോട്ട് പോകുന്തോറും മറ്റൊരു കളറായിട്ട് മാറും. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ആ വലിയ പഞ്ചസാര കഷ്ണങ്ങളൊക്കെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കി കുറച്ചും കൂടെ ഒന്ന് ഡാർക്ക് കളറാക്കണം, അതുവരെ ഇളക്കി കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ഒരു ഷുഗർ ആ ഒരു കാരമലൈസിൻ്റെ ടേസ്റ്റ് അങ്ങ് കുത്തിൽ വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വാനില എസൻസ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, കാരണം നമ്മൾ ആ മൈദയുടെ മിക്സിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാൻ ഇതിൻ്റെ ഒരു കളർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു
കറക്റ്റ് കളർ എന്ന് പറയുന്നത്. ഇതാ നല്ലൊരു ഡാർക്ക് കളറാണ്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാനിന്ന് ഇതുപോലത്തെ ഒരു ഡാർക്ക് പാത്രം എടുത്തു. അത് കുറച്ചും കൂടെ ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു പാത്രമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൻ്റെ കളറിൻ്റെ ഒരു ഇത് മനസ്സിലായേനെ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് ഇതാ നമ്മുടെ ഈ ഒരു മൈദയുടെ ഒരു പുഡിംഗ് സെറ്റ് ബേസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ചൂടോട് കൂടെ തന്നെ നമ്മുടെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അല്ല കാരമലൈസ് ചെയ്തിട്ടുള്ളത്, ഷുഗർ സിറപ്പ് അല്ല കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പഞ്ചസാര ഇതേപോലെ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു തവി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ആകത്തക്ക രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ. ഞാനിവിടെ 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 30 മിനിറ്റ് പോരാ. 30 മിനിറ്റ് എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു 30 മണിക്കൂർ പോലെയാണ്. എൻ്റെ പുറകെ നടക്കും ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 30 മിനിറ്റിനകത്ത് തന്നെ എടുത്തായിരുന്നു. നിങ്ങൾ മിനിമം ഒരു മണിക്കൂർ വെച്ചെന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടുക്കിൽ ചെറി വെച്ച് കൊടുക്കാം. കുറച്ച് കശുവണ്ടി, കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല, വളരെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിനകത്ത് ഒരു 30 മിനിറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പം കണ്ടോ ചെറുതായിട്ട് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ട് ആ ഒരു കാരമലൈസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 1 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. എനിക്കിവിടെ തീരെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പുഡിംഗ് കാണാൻ നല്ല ഭംഗിയല്ലേ? ഇത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എൻ്റെ അടുത്ത് കുറേ പേരായി ചോദിക്കുന്നു ക്രീം ഇല്ലാത്ത, കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്ത, അപ്പോൾ അതൊന്നും ഇല്ലാത്ത, ഒരു മുട്ട ചേർക്കാത്ത, എന്നാൽ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഇത് കണ്ടില്ലേ, ഒരു ജലാറ്റിൻ്റെയോ ചൈന ഗ്രാസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല പഞ്ഞിക്കുട്ടം പോലത്തെ പുഡിംഗ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.